मैं इकरा चौधरी, जो लोकसभा की सदस्य निर्वाचित हुई हूँ, सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी। പശ്ചിമ ഉത്തർപ്രദേശിലെ കൈരാന ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ സമാജ്വാദി പാർട്ടിയുടെ ലോക്സഭാംഗം ഇക്ര ഹസൻ ചൗധരി എന്ന 28-കാരി രാജ്യത്തെ എല്ലാ ഭാഷകളിലെയും നവമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞാടുകയാണ്. ആരാണ് ഇക്ര ഹസൻ ചൗധരി? അകവും പുറവും ഇന്ന് പരിശോധിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുസ്ലിം യുവതിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈറാന മണ്ഡലത്തിൽ നിന്ന് 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ച BJPയുടെ സ്ഥാനാർത്ഥി പ്രദീപ് ചൗധരിയെ 69,000 വോട്ടുകൾക്ക് മലർത്തിയടിച്ചാണ് ഇക്ര ഹസൻ ചൗധരി എന്ന 28-കാരി കൈറാന ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വിജയക്കൊടി പാറിച്ചത്. It's such a big area. My constituency is 140 kilometers long. So there's always time limitation because at one point you have to be at many places. 2019 BJP പരാജയപ്പെടുത്തിയത് അവരുടെ മാതാവ് തബാസും ഹസനെയായിരുന്നു. 2013 മുസാഫർ നഗറിലും സമീപ പ്രദേശങ്ങളിലും നടന്ന ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തിൻ്റെ മുറിപ്പാടുകൾ ചിലയിടങ്ങളിലെങ്കിലും ഉണങ്ങാതെ കിടക്കുന്ന പ്രദേശമാണ് കൈറാന. മുസാഫർ നഗർ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലേ ദിവസം ജാട്ട് വിഭാഗത്തിൽ വൻ സ്വാധീനമുള്ള രാഷ്ട്രീയ ലോക്ദൾ BJP പക്ഷത്തേക്ക് ചാഞ്ചാട്ടം നടത്തിയത് ഇക്ര ചൗധരിയുടെ സാധ്യതകൾ തട്ടിത്തെറിപ്പിക്കുമെന്ന് പലരും ഭയപ്പെട്ടതാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ജാതി മത ചിന്തകൾക്കതീതമായി കൈറാനയിലെ ജനങ്ങൾ ഇക്ര ഹസൻ എന്ന 28-കാരിയുടെ പുറകിൽ അണിനിരന്നു. 2019 ലണ്ടനിലെ സ്കൂൾ ഓഫ് ഓറിയൻ്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ MScക്ക് പഠിക്കവേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അവിടെ നടത്തിയ സമരങ്ങളാണ് ഇക്ര ചൗധരിയെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നത്. 2021 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഇക്ര ചൗധരി യോഗി ആദിത്യനാഥ് തൻ്റെ സഹോദരനെയും കുടുംബത്തെയും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് കള്ളക്കേസുകളിൽ കൊടുക്കുന്നതിനെതിരെ രംഗത്ത് വരികയായിരുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സഹോദരനായ നഷീദ് ഹസനെ ജയിലിൽ കിടക്കവേ വിജയിപ്പിച്ചതിൻ്റെ പ്രധാന ക്രെഡിറ്റ് ഇക്ര ചൗധരിക്കായിരുന്നു. ഇക്രയുടെ മുത്തച്ഛൻ അക്തർ ഹസനും പിതാവ് ചൗധരി മുനവർ ഹസനും മാതാവ് തബാസും ഹസനും പല ഘട്ടങ്ങളിലായി കൈറാനയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. 2003 2007 ഇടയിൽ ഉത്തർപ്രദേശിലെ മുലായം സിംഗ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അവരുടെ പിതാവ് മുനവർ ഹസൻ. 2008 ഹരിയാനയിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇക്ര ചൗധരിയുടെ മനസ്സിൽ ഇപ്പോഴും വേദനിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നത് തനിക്ക് 13 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിനിടയിൽ പിതാവിനെക്കുറിച്ച് ഓർത്തപ്പോഴൊക്കെ അവർ വിതുമ്പി. और उन्होंने हमेशा आपकी लड़ाई मजबूती से बैठ जाओ बेटे बिल्कुल कर कोई बात नहीं होगा जो अलग चीज है सब साथ है बोल सब साथ है चल बेटा आराम जिंदाबाद പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായും കൈറാനയിലെ ജനങ്ങൾക്കിടയിൽ പഴയ കലാപത്തിൻ്റെ ഓർമ്മകൾ ഊതിക്കത്തിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചെങ്കിലും ജനങ്ങൾ മതത്തെ മറന്ന് രാഷ്ട്രീയത്തെ വരിക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ തരംഗത്തിൽ 37 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി വിജയിച്ചതോടെ മോദിയുടെയും യോഗിയുടെയും കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റി. BJP വർഗീയ കലാപത്തെ ഓർമ്മിപ്പിച്ച് വോട്ടുകൾ തട്ടാൻ ശ്രമിച്ചപ്പോൾ സമാജ്വാദി പാർട്ടി കർഷക സമരത്തെയും പ്രാദേശിക വിഷയങ്ങളെയും ഉയർത്തിപ്പിടിച്ചത് അവർക്ക് ഗുണമായി. ഏതായാലും ഇക്ര ചൗധരി സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയിരിക്കുന്നു.
നന്ദി, നമസ്കാരം.